ശ്രീദേവി അസ്ട്രോളജിയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സമാധാനമായിട്ടും സുഖമായിട്ടും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഐശ്വര്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും ദേവതയായ ലക്ഷ്മി ദേവി നിത്യവും ഗൃഹത്തിൽ വസിക്കണമെങ്കിൽ വീടും പരിസരവും ശുദ്ധമായും വൃത്തിയായും ഇരിക്കേണ്ടത് അത്യാവശ്യമാണ്. വൃത്തിഹീനമായ ഭവനങ്ങളിൽ ലക്ഷ്മി ദേവി വസിക്കില്ല. മലിനമായ ഗൃഹാന്തരീക്ഷവും പരിസരവും കൊടിയ ദാരിദ്ര്യവും മനസമാധാനക്കേടും അസുഖങ്ങളും അഭിവൃദ്ധിക്കുറവും ഉള്ളതായി കണ്ടുവരാറുണ്ട്. വൃത്തിയുള്ള ഒരു ഭവനത്തിൽ ധാരാളം പണവും സമ്പത്തും വന്നു ചേരും. കുട്ടികളുടെ വിദ്യാഭ്യാസവും മനസമാധാനവും നല്ല ചിന്തകളും ഇവർക്കുണ്ടാകും. വാസ്തുശാസ്ത്രമനുസരിച്ച് ചൂല് വാങ്ങുന്ന ദിനം, സൂക്ഷിക്കുന്ന ദിക്ക്, പഴയ ചൂല് ഒഴിവാക്കാനുള്ള ദിനം ഇവ എപ്രകാരമെന്ന് നോക്കാം. ചൂല് ശരിയായ രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ ദാരിദ്ര്യവും ധനനഷ്ടവും വന്നു ചേരും. വീടും പരിസരവും അടിച്ചുവാരാനുള്ള സമയം വൈകുന്നേരം 4-നും 5:30-ക്കും മുമ്പായിരിക്കണം. രാത്രിയിലോ സന്ധ്യാനേരമോ ഉച്ച സമയമോ വീടും പരിസരവും വൃത്തിയാക്കാതിരിക്കുക. സൂര്യാസ്തമനത്തിന് ശേഷം ചൂല് കയ്യിലെടുക്കരുത്. ലക്ഷ്മി ദേവിയുടെ കോപമുണ്ടാകും. അത് വൃത്തിയാക്കാനും പാടില്ല. അലക്ഷ്മി ചേഷ്ടാലക്ഷ്മി, അലക്ഷ്മി എന്ന് പറയുന്നത് ചേഷ്ടാലക്ഷ്മി, ദാരിദ്ര്യത്തിൻ്റെ ദേവത കയറി വരും. ലക്ഷ്മി ദേവി പടിയിറങ്ങി പോവുകയും ചെയ്യും. ദാരിദ്ര്യവും കടബാധ്യതകളും പലതരത്തിലുള്ള ദുരിതങ്ങളും അനുഭവിക്കേണ്ടതായി വരും. ചുരുക്കത്തിൽ തെറ്റായ രീതിയിലുള്ള പെരുമാറ്റമാണ് നമ്മുടെ അഭിവൃദ്ധിക്കേടിന് ശരിയായ കാരണം. വീടിനകത്തു നിന്ന് പുറത്തേക്ക് ചപ്പുചവറുകൾ വരുന്ന തരത്തിൽ അടിച്ചുവാരുക. ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ അടിച്ചുവാരി വൃത്തിയാക്കിയ ശേഷം ഉപ്പും മഞ്ഞയും കലർത്തിയ വെള്ളം വീടിനകത്തും പുറത്തും തളിച്ചാൽ വളരെയധികം ഐശ്വര്യവും അഭിവൃദ്ധിയും ആ ഭവനങ്ങളിൽ ഉണ്ടാകും. പോസിറ്റീവ് എനർജി ധാരാളമായി ലഭിക്കുകയും ലക്ഷ്മി കടാക്ഷം ഉണ്ടാവുകയും ചെയ്യും. ഇനി എന്തെങ്കിലും നെഗറ്റീവ് എനർജി അവിടെ ഉണ്ടെങ്കിൽ അത് മാറിപ്പോവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ധനാഭിവൃദ്ധിയും ഐശ്വര്യവും മനസമാധാനവും ഭാര്യയും ഭർത്താവും തമ്മിൽ നല്ല സ്നേഹവും ഐക്യ മനോഭാവവും കുട്ടികളെ കൊണ്ട് സമാധാന അന്തരീക്ഷവും ഉണ്ടാകും. ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ സന്ധ്യാസമയത്ത് കർപ്പൂരം കത്തിക്കുന്നത് ഏറ്റവും ഉത്തമം. ബിസിനസ് സ്ഥാപനങ്ങളിലും തൊഴിലിടങ്ങളിലും ഇപ്രകാരം ചെയ്യാവുന്നതാണ്. നെഗറ്റീവ് എനർജി മാറും. നല്ല രീതിയിൽ ബിസിനസ് പുരോഗമിക്കുകയും ധനാഭിവൃദ്ധി ഉണ്ടാവുകയും തടസ്സങ്ങൾ മാറുകയും ചെയ്യും. വീടിൻ്റെ തെക്കു ദിശയിലും പടിഞ്ഞാറ് ദിശയിലും ചൂല് സൂക്ഷിക്കാവുന്നതാണ്. തെക്ക് സൂക്ഷിക്കുകയാണെങ്കിൽ നെഗറ്റീവ് എനർജി മാറിപ്പോവും. യമൻ്റെ ദിക്കാണ്. അനാവശ്യമായ മരണഭയം, പിന്നെ അപകടങ്ങൾ എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ ഉള്ള ഒരു ചിന്താഗതി, ഇതൊക്കെ മാറിപ്പോകും. ഐശ്വര്യമാണ് ഫലം. പടിഞ്ഞാറ് സൂക്ഷിക്കുകയാണെങ്കിൽ അത് വരുണനാണ് അവിടുത്തെ ദേവൻ, അതും ഐശ്വര്യദായകമാണ്. ഇതിനെല്ലാം പുറമെ അടുക്കളയിലും പൂജാമുറിയിലും വീടിൻ്റെ വടക്കു കിഴക്കു ദിശ, അതായത് ഈശാനകോൺ, കന്യമൂല എന്നീ സ്ഥലങ്ങളിലും എന്നീ ദിശകളിലും സൂക്ഷിക്കാൻ പാടില്ല. തുളസിത്തറയിലും ചൂല് സൂക്ഷിക്കാൻ പാടില്ല. അതിൻ്റെ പരിസരത്ത് പോലും ചൂല് കൊണ്ട് വയ്ക്കരുത്. അതൊക്കെ വളരെയധികം ദോഷമുള്ള കാര്യങ്ങളാണ്. കുടുംബത്തിൽ ഭർത്താവും ഭാര്യയും തമ്മിൽ എപ്പോഴും വഴക്കുണ്ടാകാനും സ്നേഹക്കുറവുണ്ടാകാനും കുട്ടികളിൽ നിന്ന് മനസമാധാനക്കുറവുണ്ടാകാനും നെഗറ്റീവ് ചിന്തയിലോട്ട് തള്ളിവിടുന്നതായും ഒക്കെ നമുക്ക് അനുഭവപ്പെടും. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം വളരെയധികം സൂക്ഷിച്ച് വേണം ചെയ്യേണ്ടത്. പുറത്തുനിന്ന് ഒരാൾ വീട്ടിലോട്ട് കയറി വരുമ്പോൾ അവരുടെ കണ്ണിൽ ഇത് കാണരുത്. ചൂല് സൂക്ഷിക്കുന്ന സ്ഥലം കാണരുത്. വീടിൻ്റെ മുൻഭാഗത്ത് ചൂല് വയ്ക്കരുത്. പണ്ടുള്ളവർ മുറിക്കുള്ളിലോ കട്ടിലിനടിയിലോ ഒക്കെയാണ് ഒളിപ്പിച്ച് വയ്ക്കാറുള്ളത്. അത് മറ്റുള്ളവർ കാണാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. പണം സൂക്ഷിക്കും പോലെ അവർ ചെയ്യും. അവർക്ക് ദാരിദ്ര്യവും ഇല്ലായിരുന്നു. പണ്ട് കാലമായിട്ട് പോലും, പണ്ട് എല്ലായിടവും ദാരിദ്ര്യം നിറഞ്ഞ സ്ഥലങ്ങളല്ലേ, വീടുകളിലൊക്കെ ദാരിദ്ര്യമുണ്ട്. അപ്പോൾ പോലും അവരുടെ കാര്യങ്ങളും 8-10 മക്കളും ഒക്കെ സുഖകരമായി ജീവിച്ചു. അവിടെ ദാരിദ്ര്യമില്ല, ഐശ്വര്യമാണ്. അവർക്കൊക്കെ ഇത്തരത്തിലുള്ള അറിവുകൾ വളരെ കൂടുതലാണ്. ചൂലെടുത്ത് മിണ്ടാപ്രാണികളുടെ നേരെ എറിയരുത്. കുട്ടികളെ ഒരു കാരണവശാലും ചൂല് കൊണ്ട് അടിക്കരുത്. വിദ്യാഭ്യാസമില്ലാത്ത പണ്ടുള്ള ആൾക്കാരൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായി കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ചില വീടുകളിൽ എത്ര തന്നെ പണം സമ്പാദിച്ചാലും അവിടെ ദാരിദ്ര്യം മാറുകയില്ല. പണം കയ്യിൽ നിൽക്കത്തില്ല. അകാരണമായ വഴക്കുകൾ, രോഗങ്ങൾ ഇവ ഉണ്ടാകും. നേരെ മറിച്ച് ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ ഐശ്വര്യവും സമ്പത്തും വർദ്ധിക്കുന്നതായും കണ്ടുവരാറുണ്ട്. ചൂല് വീടിൻ്റെ ഭിത്തിയിൽ ചാരി വയ്ക്കാൻ പാടില്ല. അവ ചരിച്ചിടുക. അടുപ്പിനടിയിലോ മറ്റു പ്രധാനപ്പെട്ട ദിശകളിലോ, അതായത് കിഴക്ക് ദിശ, വടക്ക് പടിഞ്ഞാറ്, അഗ്നികോൺ, ഇങ്ങനെയുള്ള ദിശകളിലൊന്നും ചൂല് സൂക്ഷിക്കാതിരിക്കുക. പിന്നെ റെഡിമെയ്ഡ് ചൂലുകൾ വാങ്ങുമ്പോൾ അത് പെട്ടെന്ന് കേടാവും. അതൊക്കെ വീണ്ടും കേടായ സമയത്ത് അതിനെ ഉടനെ മാറ്റിയിട്ട് വേറെ പുതിയ ചൂലുകൾ വാങ്ങിക്കുക. ചൂല് ദാനം ചെയ്യുന്നതും നമ്മുടെ ദോഷങ്ങളുടെ കാഠിന്യം കുറയ്ക്കാൻ നല്ലതാണ്. അതായത് വ്യക്തികൾക്ക് വേണമെങ്കിലും ആർക്കെങ്കിലും ബന്ധുക്കൾക്ക് വേണമെങ്കിലും ചൂല് വാങ്ങി നൽകാം.
പഴയ ചൂല് ആർക്കും കൊടുക്കരുത്. ആര് വന്ന് ചോദിച്ചാലും വീട്ടിൽ നിന്ന് ചൂല് കൊടുക്കരുത്. അത് നമ്മുടെ ദോഷങ്ങളൊക്കെ അവരെ വീട്ടിൽ, നമ്മുടെ നെഗറ്റീവ് എനർജികളൊക്കെ അവരെ വീട്ടിലോട്ട് കൊടുക്കുന്നത് പോലെ ആയിപ്പോവും. അത് വെറും പാവമാണ്. ഇനി ക്ഷേത്രങ്ങളിൽ ചൂല് സമർപ്പിക്കുന്നത് മൂലം നമുക്ക് ഐശ്വര്യം ഉണ്ടാകും. നമ്മുടെ ദോഷങ്ങളൊക്കെ മാറും, നെഗറ്റീവ് എനർജികളൊക്കെ മാറും. ഗുരുവായൂർ പോലുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ചൂല് സമർപ്പിക്കുന്നത് ഏവർക്കും അറിയാവുന്നതാണ്. അവിടെ അങ്ങനെയുള്ള മഹാക്ഷേത്രങ്ങളിലും അല്ലാത്ത ചെറിയ ക്ഷേത്രങ്ങളിലും പരിസരത്തുള്ള ക്ഷേത്രങ്ങളിലും എല്ലായിടവും ചൂല് ആവശ്യമുണ്ട്. അവിടെയൊക്കെ സമർപ്പിക്കുന്നത് നല്ലതാണ്. കേടുപാട് പിടിച്ച ചൂല് ഒരിക്കലും ഉപയോഗിക്കരുത്. അപ്പോൾ ഉടനെ മാറ്റുക. അത് വീടിൻ്റെ തെക്ക് ഭാഗത്തോട്ട് അങ്ങ് പറമ്പുകളിലോട്ടോ അങ്ങ് എവിടെയെങ്കിലും എറിയുകയാണ് വേണ്ടത്. ഒഴിഞ്ഞ മൂലകളിലോ ഒഴിഞ്ഞ സ്ഥലങ്ങളിലോട്ട്. വീടിൻ്റെ പരമായിട്ട് വീടിൻ്റെ സൈഡുകളൊന്നും അങ്ങനെ എറിയാൻ പാടുള്ളതല്ല. ഇപ്രകാരമൊക്കെ നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ ഏറെക്കുറെ മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും. വീടിൻ്റെ തെക്കു ദിശയിലും പടിഞ്ഞാറ് ദിശയിലും ചൂല് സൂക്ഷിക്കാവുന്നതാണ്. തെക്ക് സൂക്ഷിക്കുകയാണെങ്കിൽ നെഗറ്റീവ് എനർജി മാറിപ്പോവും. യമൻ്റെ ദിക്കാണ്. അനാവശ്യമായ മരണഭയം, പിന്നെ അപകടങ്ങൾ എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ ഉള്ള ഒരു ചിന്താഗതി, ഇതൊക്കെ മാറിപ്പോകും. ഐശ്വര്യമാണ് ഫലം. പടിഞ്ഞാറ് സൂക്ഷിക്കുകയാണെങ്കിൽ അത് വരുണനാണ് അവിടുത്തെ ദേവൻ. അതും ഐശ്വര്യദായകമാണ്. എല്ലാവർക്കും സമ്പത്തും സൗഭാഗ്യവും ധനാഭിവൃദ്ധിയും സുഖകരമായ ജീവിതവും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് സർവശക്തനോട് പ്രാർത്ഥിക്കുന്നു. ഇത്തരത്തിലുള്ള അറിവുകൾക്കായി വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ലൈക്ക് ചെയ്യണമെന്നും സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണമെന്നും അഭ്യർത്ഥിച്ചുകൊള്ളുന്നു.